താഴ്വരയിലെ ബെൻഡിറ്റ് ക്യൂൻ. കഥ തുടങ്ങുന്നത് ചമ്പലിലെ കൊടും കാടിനുള്ളിൽ നിന്നാണ്. പോലീസിനെ വിറപ്പിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം പേടിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ. ആരാണ് ഫൂലൻ? അവൾ എങ്ങനെയാണ് തോക്കേന്തിയത്? നമുക്ക് ഫൂലൻ ദേവിയുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്ത്രീയുടെ കഥയല്ല, അതൊരു അഗ്നിപർവ്വതത്തിൻ്റെ കഥയാണ്. ഉത്തർപ്രദേശിലെ ചമ്പൽ താഴ്വരകളിൽ കാറ്റുപോലും പേടിയോടെ മാത്രം വീശുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ ഒരു പേര് കേട്ടാൽ പോലീസുകാർ വിറയ്ക്കും, പ്രഭുക്കന്മാർ വാതിലടയ്ക്കും. ഫൂലൻ ദേവി. എന്നാൽ ലോകം ബെൻഡിറ്റ് ക്യൂൻ എന്ന് വിളിച്ച ഈ ചക്രവർത്തിനി ജനിച്ചത് അധികാരത്തിന്റെ മട്ടുപ്പാവിലല്ല, മറിച്ച് വിശപ്പിന്റെയും വിവേചനത്തിന്റെയും ചെളിപുരണ്ട ഒരു കുടിലിൽ ആയിരുന്നു. എങ്ങനെയാണ് ഫൂലൻ എന്ന കൊച്ചു പെൺകുട്ടി ചമ്പലിലെ റാണിയായി മാറിയത്? നമുക്ക് അവളുടെ ജനനത്തിലേക്കും കരിഞ്ഞുപോയ ആ ബാല്യത്തിലേക്കും കടന്നു ചെല്ലാം. ഉത്തർപ്രദേശിലെ ജലൗൺ ജില്ലയിലുള്ള പുര എന്ന ചെറിയ ഗ്രാമം. വർഷം 1963. യമുന നദിയുടെ തീരത്തുള്ള ആ ഗ്രാമത്തിൽ ദേവി പ്രസാദിന്റെയും മൂലാദേവിയുടെയും മകളായി ഫൂലൻ ജനിച്ചു. മല്ല എന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട കുടുംബം. ആ കാലത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ജാതിയും ലിംഗഭേദവും വലിയ മതിലുകളായിരുന്നു. ഫൂലൻ എന്നാൽ പൂവ് എന്നാണ് അർത്ഥം. പക്ഷേ അവൾ വിരിഞ്ഞത് മുള്ളുകൾക്കിടയിലായിരുന്നു. വീടിന് മുന്നിലൂടെ ഒഴുകുന്ന യമുന നദി അവളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു നദിയല്ല, അത് ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ആ പെൺകുട്ടിക്ക് ആൺകുട്ടികളെ പോലെ ഓടിക്കളിക്കാനോ പശുവെ മേയ്ക്കാനോ ആയിരുന്നു ഇഷ്ടം. പക്ഷേ അവൾക്ക് ചുറ്റുമുള്ള ലോകം അവളെ ഒരു പെണ്ണായി മാത്രം ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഫൂലന്റെ ബാല്യത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് അവളുടെ അച്ഛന്റെ സഹോദരൻ മയദീനുമായുള്ള തർക്കമായിരുന്നു. ദേവി പ്രസാദ് പാവമായിരുന്നു. അല്പം ബുദ്ധിക്കുറവുള്ള അദ്ദേഹത്തെ ചതിച്ച് കുടുംബസ്വത്തായ 10 ഏക്കർ ഭൂമി മയദീൻ തട്ടിയെടുത്തു. മയദീൻ ഗ്രാമത്തിലെ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു. വീട്ടിൽ വിശപ്പും ദാരിദ്ര്യവും പടരുമ്പോഴും ആരും ഒന്നും തന്നെ മിണ്ടിയില്ല. പക്ഷേ 10 വയസ്സുകാരിയായ ഫൂലൻ അതിനെ എതിർത്തു. അവൾക്ക് പേടിയില്ലായിരുന്നു. ഫൂലൻ മയദീന്റെ വലിയ വീടിന് മുന്നിൽ പോയി നിന്ന് അലറി, "അമ്മാവാ, ഇത് ഞങ്ങളുടെ മണ്ണാണ്, എന്റെ അച്ഛന്റെ ചോരയാണ്, ഇത് തിരിച്ചു തന്നേ പറ്റൂ." മയദീന്റെ മകൻ അവളെ പുച്ഛത്തോടെ നോക്കി. അവൻ അവളെ തള്ളി വീഴ്ത്തി, കല്ലെറിഞ്ഞു. പക്ഷേ വീണത് ഫൂലന്റെ ശരീരമാണ്, മനസ്സല്ല. അവൾ എഴുന്നേറ്റ് നിന്ന് ചോര തുടച്ചുകൊണ്ട് തിരിച്ചു കല്ലെറിഞ്ഞു. തന്റെ അവകാശത്തിനു വേണ്ടി ഒരു പെൺകുട്ടി ആദ്യമായി ശബ്ദമുയർത്തിയ നിമിഷമായിരുന്നു അത്. ആ തർക്കം മാസങ്ങളോളം നീണ്ടുനിന്നു. ഒരു ഘട്ടത്തിൽ അവൾ മയദീന്റെ വയലിൽ പോയി കിടന്ന് പ്രതിഷേധിച്ചു. അന്നത്തെ കാലത്ത് ഒരു കീഴ്ജാതിക്കാരിയായ പെൺകുട്ടിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ധൈര്യം. ഫൂലിനെ തളയ്ക്കാൻ മയദീൻ കണ്ടെത്തിയ വഴി അവളെ വിവാഹം കഴിച്ച് ദൂരേക്ക് അയക്കുക എന്നതായിരുന്നു. വെറും 10 വയസ്സ് മാത്രമുള്ളപ്പോൾ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഫൂലിനെ അച്ഛൻ വിവാഹം കഴിച്ചു കൊടുത്തു. പുട്ടിലാൽ എന്നായിരുന്നു അയാളുടെ പേര്. അയാൾക്ക് ഫൂലിനേക്കാൾ 20 വയസ്സ് കൂടുതലായിരുന്നു. ഒരു പശുവിനെയും കുറച്ച് പണത്തെയും പകരം വാങ്ങിയാണ് ആ അച്ഛൻ തന്റെ മകളെ വിട്ടുകൊടുത്തത്. വിവാഹ ദിവസം ഫൂലൻ കരഞ്ഞു തളർന്നു. താൻ പോകുന്നയിടം നരകമാണെന്ന് ആ കുട്ടി അറിഞ്ഞിരുന്നില്ല. പുട്ടിലാലിന്റെ വീട്ടിലെത്തിയ ആദ്യ രാത്രിയിൽ തന്നെ അവൾ ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായി. ശാരീരികമായും മാനസികമായും തകർന്നവൾ അവിടെ ഒരു അടിമയെ പോലെ പണിയെടുത്തു. അവൾക്ക് അസുഖം വന്നപ്പോൾ പോലും വിശ്രമം നൽകിയില്ല. ഭക്ഷണം കൊടുക്കാതെ അവളെ പട്ടിണിക്കിട്ടു. ഒരു ദിവസം സഹിക്കാൻ വയ്യാതെ ഫൂലൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി. മൈലുകളോളം നടന്നവൾ സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചെത്തി. പക്ഷേ അവിടെ അവളെ കാത്തിരുന്നത് സ്നേഹമായിരുന്നില്ല. ഭർത്താവിന്റെ വീട് ഉപേക്ഷിച്ച് വരുന്ന പെണ്ണിനെ അന്ന് സമൂഹം കണ്ടത് ഒരു ശാപമായിട്ടാണ്. കുലട എന്നും അഹങ്കാരി എന്നും ഗ്രാമവാസികൾ അവളെ വിളിച്ചു. സ്വന്തം അമ്മ പോലും ഭയപ്പെട്ടു. പക്ഷേ ഫൂലൻ ഉറച്ചു നിന്നു. തനിക്ക് നേരെ വന്ന എല്ലാ കല്ലുകളെയും അവൾ നിശബ്ദമായി നേരിട്ടു. മയദീൻ വീണ്ടും അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവൾക്കെതിരെ കള്ളക്കേസുകൾ കൊടുത്തു. സ്വന്തം കുടുംബവും ഗ്രാമവും കൈവിട്ട ആ പെൺകുട്ടിയുടെ അടുത്ത ലക്ഷ്യം എന്തായിരുന്നു? കാട് അവളെ വിളിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഫൂലൻ ചമ്പലിലെ കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെട്ടത്?
വിക്രം മല്ല എന്ന രക്ഷകൻ അവളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എങ്ങനെ? നമുക്ക് കഥ തുടർന്ന് കാണാം. മനുഷ്യൻ കാട്ടിലേക്ക് പോകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ വേട്ടയാടാൻ, അല്ലെങ്കിൽ വേട്ടയാടപ്പെടാതിരിക്കാൻ. ഫൂലനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാമത്തെ കാരണമായിരുന്നു. സ്വന്തം ഗ്രാമത്തിൽ അവൾക്ക് നീതി കിട്ടിയില്ല. പോലീസ് സ്റ്റേഷനിൽ അവൾ അപമാനിക്കപ്പെട്ടു. ബന്ധുക്കൾ അവളെ ശത്രുവായി കണ്ടു. ഒടുവിൽ 1979 ഒരു കറുത്ത രാത്രിയിൽ അവളുടെ ജീവിതം എന്നേക്കുമായി മാറിമറിഞ്ഞു. ആ രാത്രിയിലാണ് ചമ്പലിലെ കൊള്ളക്കാർ അവളുടെ വാതിലിൽ മുട്ടിയത്. അന്ന് തുടങ്ങിയ ആ യാത്ര അവസാനിച്ചത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു അധ്യായമായിട്ടാണ്. ഫൂലന്റെ അമ്മാവൻ മൊയ്തീൻ അവളെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കാൻ പുതിയൊരു തന്ത്രം മെനഞ്ഞു. അയാൾ പോലീസിനെ സ്വാധീനിച്ച് അവൾക്കെതിരെ കള്ളക്കേസുകൾ കൊടുത്തു. പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിനുള്ളിൽ ഫൂലൻ അനുഭവിച്ച ക്രൂരതകൾ വിവരണാതീതമാണ്. പോലീസുകാർ അവളെ ശാരീരികമായി ഉപദ്രവിച്ചു. ഒരു പെൺകുട്ടിക്ക് ലഭിക്കേണ്ട യാതൊരു പരിഗണനയും അവിടെ ലഭിച്ചില്ല. ദിവസങ്ങളോളം നീണ്ട ആ പീഡനം ഫൂലന്റെ ഉള്ളിൽ ഭയത്തെ മായ്ച്ചു കളഞ്ഞു. ഭയത്തിന് പകരം അവിടെ പ്രതികാരം മുളപൊട്ടി. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഫൂലൻ ഒരു ജീവച്ഛവമായിരുന്നു. പക്ഷേ യഥാർത്ഥ ദുരന്തം അവളെ കാത്തിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പാതിരാത്രി ഫൂലന്റെ വീടിന്റെ വാതിലാരോ ചവിട്ടിപ്പൊളിച്ചു. തോക്കേന്തിയ ഒരു കൂട്ടം മനുഷ്യർ അകത്തേക്ക് ഇരച്ചു കയറി. അവർ ചമ്പലിലെ കുപ്രസിദ്ധമായ ബാബു ഗുജർ സംഘമായിരുന്നു. മൊയ്തീൻ കൊടുത്ത പണം വാങ്ങി ഫൂലനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ വന്നതായിരുന്നു അവർ. നിലവിളിക്കാൻ പോലും സമയം കൊടുക്കാതെ അവർ അവളെ വലിച്ചിഴച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി. ചമ്പൽ താഴ്വരകളിലെ മണൽ കുന്നുകൾക്കിടയിലൂടെ മുള്ളുകൾ നിറഞ്ഞ കാട്ടുപാതകളിലൂടെ അവൾ ഓടി. പിന്നിൽ തോക്കുകളുമായി ക്രൂരന്മാരായ കൊള്ളക്കാർ. അവൾ ആദ്യമായി കാടിന്റെ ഭീകരത അറിഞ്ഞു. ആ സംഘത്തിന്റെ തലവൻ ബാബു ഗുജർ ഒരു മൃഗത്തെ പോലെയായിരുന്നു. ഫൂലനെ തന്റെ അടിമയാക്കി വെക്കാനായിരുന്നു അയാളുടെ തീരുമാനം. ബാബു ഗുജറിന്റെ സംഘത്തിൽ വിക്രം മല്ല എന്നൊരു യുവാവുണ്ടായിരുന്നു. അയാൾ മറ്റുള്ളവരെ പോലെയല്ലായിരുന്നു. അയാൾക്ക് ഫൂലന്റെ കണ്ണിലെ വേദന മനസ്സിലായി. ബാബു ഗുജർ ഫൂലനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം വിക്രം അത് തടയാൻ ശ്രമിച്ചു. ഇത് സംഘത്തിനുള്ളിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമായി. വിക്രം ഫൂലനോട് പറഞ്ഞു, "നീ കരയരുത്. നീ തോക്ക് കയ്യിലെടുക്കാൻ പഠിക്കണം. ഈ കാട്ടിൽ കരയുന്നവർക്ക് സ്ഥാനമില്ല." വിക്രം അവൾക്ക് ഒരു സഹോദരനെ പോലെ, ഒരു കാവൽക്കാരനെ പോലെ കൂടെ നിന്നു. ഫൂലൻ ആദ്യമായി ഒരു തോക്ക് തൊട്ടുനോക്കുന്നത് വിക്രമിന്റെ സാന്നിധ്യത്തിലാണ്. ആ ഇരുമ്പ് കഷ്ണത്തിന് തന്റെ ജീവിതം മാറ്റാൻ കഴിയുമെന്ന് അവളന്ന് തിരിച്ചറിഞ്ഞു. ഒരു രാത്രിയിൽ ബാബു ഗുജർ മദ്യലഹരിയിൽ ഫൂലന്റെ കൂടാരത്തിലേക്ക് അതിക്രമിച്ചു കയറി. വിക്രം മല്ലയ്ക്ക് അത് സഹിക്കാനായില്ല. കാടിനെ നടുക്കിക്കൊണ്ട് ഒരു വെടിവെച്ച് കേട്ടു. ബാബു ഗുജർ മരിച്ചു വീണു. സ്വന്തം തലവനെ വെടിവെച്ചു കൊന്നുകൊണ്ട് വിക്രം മല്ല ആ സംഘത്തിന്റെ പുതിയ തലവനായി. അയാൾ പ്രഖ്യാപിച്ചു, "ഇനി മുതൽ ഈ പെൺകുട്ടി നമ്മുടെ സംഘത്തിന്റെ ഭാഗമാണ്. അവളെ ആരെങ്കിലും തൊട്ടാൽ അവന്റെ തല ഇവിടെ കാണില്ല." ഫൂലന് അതൊരു പുനർജന്മമായിരുന്നു. അവൾ തന്റെ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. കാക്കിവേഷം ധരിച്ചു. തലയിൽ ചുവന്ന തുണി കെട്ടി. കൈകളിൽ റൈഫിൾ ഏന്തി. ചമ്പലിലെ കാടുകളിൽ ഫൂലൻ സന്തോഷം കണ്ടെത്തിയത് വിക്രം മല്ലയുടെ കൂടെയായിരുന്നു. അവർ വിവാഹിതരായി. കാട്ടിലെ പാവപ്പെട്ടവരുടെ രാജാവും രാജ്ഞിയുമായി അവർ വാണു. പക്ഷേ ആ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു. ചമ്പലിന്റെ മണ്ണിൽ ജാതി മര്യാദകൾ വളരെ ശക്തമായിരുന്നു. താഴ്ന്ന ജാതിക്കാരനായ വിക്രമും ഫൂലനും അധികാരം കൈയാളുന്നത് മേൽജാതിക്കാരായ കൊള്ളക്കാർക്ക് സഹിക്കാനായില്ല. ആ പക അവസാനിച്ചത് ഒരു വലിയ ചതിയിലായിരുന്നു. ഫൂലന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായം ഇവിടെ തുടങ്ങുന്നു. വിക്രമന്റെ സംഘത്തിൽ തന്നെയുള്ള ശ്രീറാം, ലാലാറാം എന്നീ സഹോദരങ്ങൾ, അവർ ഠാക്കൂർ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ഫൂലിനെയും വിക്രമിനെയും വകവരുത്താൻ അവർ പദ്ധതിയിട്ടു. ഒരു രാത്രിയിൽ വിക്രം മല്ല ഉറങ്ങിക്കിടക്കുമ്പോൾ ശ്രീറാമും സംഘവും അവനെ വളഞ്ഞു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവർ വിക്രമിനെ വെടിവെച്ചു കൊന്നു. തന്റെ കൺമുന്നിൽ വെച്ച് പ്രിയപ്പെട്ടവൻ മരിച്ചു വീഴുന്നത് ഫൂലന് നോക്കി നിൽക്കേണ്ടി വന്നു. അവൾ നിലവിളിച്ചു. പക്ഷേ ആ കാട്ടിൽ അവളുടെ കരച്ചിൽ കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. വിക്രമിന്റെ മരണം ഫൂലനെ അനാഥയാക്കി. പക്ഷേ ശത്രുക്കളുടെ ലക്ഷ്യം അവളെ കൊല്ലുകയായിരുന്നില്ല,
മറിച്ച് അവളെ തകർക്കുക എന്നതായിരുന്നു. ശ്രീറാമും സംഘവും ഫൂലനെ ബഹ്മൈ എന്ന ഗ്രാമത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ മുറിയിൽ അവളെ ബന്ദിയാക്കി. അടുത്ത 2 ആഴ്ച ഫൂലൻ അനുഭവിച്ചത് നരകയാതനയായിരുന്നു. ഓരോ രാത്രിയും ആ മുറിയിലേക്ക് ശ്രീരാമും ലാലാറാമും അവരുടെ സംഘത്തിലെ മറ്റു പുരുഷന്മാരും മാറി മാറി കയറി ചെന്നു. സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളാണ് അവിടെ നടന്നത്. അവൾ ഭക്ഷണം ചോദിച്ചപ്പോൾ അവർ മർദ്ദിച്ചു, വെള്ളം ചോദിച്ചപ്പോൾ പരിഹസിച്ചു. ഓരോ തവണയും അവൾ ബോധരഹിതയാകുമ്പോഴും അവർ വീണ്ടും വീണ്ടും അവളെ പീഡിപ്പിച്ചു. ഒരു സ്ത്രീയുടെ അന്തസ്സിനെ എത്രത്തോളം ചവിട്ടിമെതിക്കാമോ അത്രയും അവർ ചെയ്തു. അവൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു സംഘം പുരുഷന്മാരുടെ കരുത്തിന് മുന്നിൽ ആ പെൺകുട്ടി നിസ്സഹായയായിരുന്നു. അവളുടെ ശരീരം മുറിവുകൾ കൊണ്ട് നിറഞ്ഞു, മനസ്സ് മരവിച്ചു പോയി. ക്രൂരതകൾ അവിടെയും അവസാനിച്ചില്ല. ഫൂലന്റെ ആത്മവിശ്വാസം തകർക്കാൻ അവർ ഏറ്റവും നീചമായ മാർഗം സ്വീകരിച്ചു. ഗ്രാമത്തിലെ കിണറ്റിനടുത്തേക്ക് ഫൂലനെ അവർ വലിച്ചിഴച്ചു. എല്ലാവരും നോക്കി നിൽക്കെ അവളെ വിവസ്ത്രയാക്കി. ആ തണുത്ത രാത്രിയിൽ 100 കണക്കിന് ആളുകൾ കണ്ടു നിൽക്കെ നഗ്നയാക്കി അവളെ ഗ്രാമത്തിലൂടെ നടത്തിച്ചു. സ്ത്രീകൾ ജനലിലൂടെ നോക്കി പരിഹസിച്ചു. പുരുഷന്മാർ ആക്രോശിച്ചു. ആ ഗ്രാമത്തിലെ കിണറ്റിൽ നിന്നും അവൾക്ക് വെള്ളം കോരിയെടുക്കാൻ അവർ ആവശ്യപ്പെട്ടു. ദാഹിച്ചു വലഞ്ഞ ഫൂലൻ നഗ്നയായി നിന്ന് വെള്ളം കോരുമ്പോൾ അവർ അത് നോക്കി ചിരിച്ചു. ലോകം മുഴുവൻ തന്നെ ഒറ്റപ്പെടുത്തിയെന്നും ഇനി തനിക്ക് മരിക്കുകയല്ലാതെ വഴിയൊന്നുമില്ലെന്നും അവൾക്ക് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു അത്. പക്ഷേ ഫൂലൻ മരിച്ചില്ല. അവർ അവളെ മരിച്ചുവെന്ന് കരുതി ഉപേക്ഷിച്ചപ്പോൾ ആ ഇരുട്ടിൽ അവൾ ഇഴഞ്ഞു നീങ്ങി. ഒരു രാത്രിയിൽ കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച് അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. കാടിന്റെ ഉള്ളിലേക്ക് അവൾ ഓടി. വിശപ്പും വേദനയും കൊണ്ട് ശരീരം തളർന്നിട്ടും അവൾ ഓട്ടം നിർത്തിയില്ല. അന്ന് ആ കാട്ടിലെ മണൽക്കുന്നുകളിൽ ഇരുന്ന് അവൾ ഒരു ശപഥം ചെയ്തു. താൻ അനുഭവിച്ച ഓരോ തുള്ളി കണ്ണീരിനും ഓരോ മുറിവിനും ഈ ഗ്രാമം മറുപടി പറയേണ്ടി വരും. ഫൂലൻ പഴയ പാവം പെൺകുട്ടിയായിരുന്നില്ല. അവൾ ഇപ്പോൾ ഒരു കനൽ തരിയാണ്. ആ കനൽ ഒരു വലിയ കാട്ടുതീയായി മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. ബഹ്മൈ ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെട്ട ഫൂലൻ എങ്ങോട്ടാണ് പോയത്? തകർന്ന മനസ്സുമായി അവൾ എങ്ങനെ വീണ്ടും ഒരു സൈന്യത്തെ സംഘടിപ്പിച്ചു? ചമ്പലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ പ്രതികാരം, ബഹ്മൈ കൂട്ടക്കൊല, അവൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്? തന്നെ പീഡിപ്പിച്ചവരുടെ മുഖത്തേക്ക് നോക്കി അവൾ ഉതിർത്ത വെടിയുണ്ടകളുടെ കഥ നമുക്ക് തുടർന്ന് കേൾക്കാം. ബഹ്മൈ ഗ്രാമത്തിലെ ആ ഇരുണ്ട മുറിക്കുള്ളിൽ ഫൂലൻ ദേവി എന്ന പെൺകുട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട് കാട്ടിലേക്ക് ഓടിക്കയറിയത് മറ്റൊരു ഫൂലനാണ്. തന്റെ മാനവും അഭിമാനവും കവർന്നവരോട് പകരം ചോദിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു പെൺകടുവ. ചമ്പൽ താഴ്വരയിലെ മണൽക്കുന്നുകൾ അന്ന് സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒരു തിരിച്ചുവരവിനാണ്. കൊല്ലപ്പെട്ട വിക്രം മല്ലയുടെ വിശ്വസ്തരെ അവൾ തേടിപ്പിടിച്ചു. തകർന്ന മനസ്സുമായിട്ടല്ല, മറിച്ച് ഉറച്ച ലക്ഷ്യത്തോടെ അവൾ അവരോട് പറഞ്ഞു, എനിക്ക് മരിക്കണം, പക്ഷേ എന്നെ ഈ അവസ്ഥയിലാക്കിയവരെ തീർത്തതിന് ശേഷം മാത്രം. ഫൂലൻ ഒറ്റയ്ക്കായിരുന്നില്ല. ബാബ മുസ്തഖീം എന്ന മറ്റൊരു കൊള്ളത്തലവന്റെ സഹായത്തോടെ അവൾ സ്വന്തമായി ഒരു സംഘം കെട്ടിപ്പടുത്തു. വിക്രം മല്ലയുടെ മരണത്തിന് ശേഷം ചിതറിപ്പോയ നിഷാദ് വിഭാഗത്തിലെ പോരാളികൾ ഫൂലന് ചുറ്റും അണിനിരന്നു. അവൾ അവർക്ക് വെറുമൊരു പെണ്ണായിരുന്നില്ല, അവരുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായിരുന്നു. കാട്ടിലെ കഠിനമായ പരിശീലനങ്ങൾക്കിടയിൽ അവൾ ഒരു കാര്യം മാത്രം ആവർത്തിച്ചുകൊണ്ടിരുന്നു: ശ്രീറാമും ലാലാറാമും മരിക്കണം. അവൾ റൈഫിൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിവേഗം വൈദഗ്ധ്യം നേടി. തന്റെ ഓരോ വെടിയുണ്ടയ്ക്കും ഇരകളുടെ പേരുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. മാസങ്ങളോളം അവൾ ചമ്പലിലെ ഗ്രാമങ്ങൾ തോറും അലഞ്ഞു. തന്നെ പീഡിപ്പിച്ചവർ എവിടെയുണ്ടെന്ന് അവൾ രഹസ്യമായി അന്വേഷിച്ചു. വർഷം 1981 ഫെബ്രുവരി 14. ലോകം വാലന്റൈൻ ദിനം ആഘോഷിക്കുമ്പോൾ ഫൂലൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡേറ്റിന് തയ്യാറെടുക്കുകയായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് ബഹ്മൈ ഗ്രാമം ശാന്തമായിരുന്നു. പെട്ടെന്നാണ് കുതിരക്കുളമ്പടികളും വെടിയൊച്ചകളും കേട്ട് ഗ്രാമം ഞെട്ടിയുണർന്നത്. പോലീസ് യൂണിഫോം ധരിച്ച
ഒരു സംഘം ആളുകൾ ഗ്രാമത്തെ വളഞ്ഞു. മുന്നിൽ നടന്നു വരുന്നത് ഒരു സ്ത്രീയാണ്. കയ്യിൽ ലോഡ് ചെയ്ത റൈഫിൾ, നെറ്റിയിൽ കടും ചുവപ്പ് തിലകം, കണ്ണുകളിൽ ആരെയും ചുട്ടുകരിക്കാനുള്ള കനൽ. അത് ഫൂലനായിരുന്നു. താൻ അപമാനിക്കപ്പെട്ട അതേ മണ്ണിലേക്ക് അവൾ തിരിച്ചു വന്നിരിക്കുന്നു. അവൾ അലറി, ശ്രീരാമിനെയും ലാലാറാമിനെയും എനിക്ക് വിട്ടുതരൂ, ഇല്ലെങ്കിൽ ഈ ഗ്രാമം ഞാൻ ചുട്ടരിക്കും. ഗ്രാമവാസികൾ പേടിച്ചു വിറച്ചു. ശ്രീറാമും ലാലാറാമും അവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് ഫൂലൻ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ അവർ അവിടെ ഉണ്ടായിരുന്നില്ല. ആ ദേഷ്യം അവൾ തീർത്തത് തന്നെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്ന മറ്റു ഠാക്കൂർമാരോടാണ്. പെട്ടെന്ന് അവൾ തന്റെ സംഘത്തിന് ഉത്തരവ് നൽകി, ഫയർ. നിമിഷങ്ങൾക്കുള്ളിൽ 22 പുരുഷന്മാർ വെടിയേറ്റ് വീണു. നദീതീരത്തെ മണൽ ചുവന്നു തൊടുത്തു. ഇന്ത്യൻ ജനാധിപത്യത്തെ പിടിച്ചുകുലുക്കിയ ബഹുമൈ കൂട്ടക്കൊല അങ്ങനെ സംഭവിച്ചു. പ്രതികാരം പൂർണ്ണമായില്ലെങ്കിലും ലോകത്തോട് അവൾ തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിരുന്നു. ഈ സംഭവത്തിനു ശേഷം ഫൂലൻ ദേവി എന്ന പേര് ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളിലും തലക്കെട്ടായി മാറി. പോലീസ് സേന അവൾക്കായി വലവിരിച്ചു. UP, മധ്യപ്രദേശ് സർക്കാരുകൾ ഫൂലന്റെ തലയ്ക്ക് വൻതുക പ്രതിഫലം പ്രഖ്യാപിച്ചു. പക്ഷേ ചമ്പലിലെ പാവപ്പെട്ടവർക്ക് അവൾ ഒരു ദേവിയായിരുന്നു. അവർ അവളെ ഒളിപ്പിച്ചു. അവർ അവൾക്ക് ഭക്ഷണം നൽകി. മാസങ്ങളോളം അവൾ പോലീസിനെ വെള്ളം കുടിപ്പിച്ചു. ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഇത്രയും കാലം ഒളിവിൽ കഴിയാൻ കഴിയുമെന്ന് ഭരണകൂടം അത്ഭുതപ്പെട്ടു. പക്ഷേ ഓരോ ഒളിത്താവളത്തിലും അവൾ തന്റെ അടുത്ത നീക്കം പ്ലാൻ ചെയ്യുകയായിരുന്നു. ബഹുമൈ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഫൂലൻ എങ്ങനെയാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞത്? കൊടും കാടിനുള്ളിൽ വെച്ച് അവൾക്ക് നേരിടേണ്ടി വന്ന പുതിയ ശത്രുക്കൾ ആരായിരുന്നു? ഒടുവിൽ ഒരു മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവൾ ആയുധം വെച്ച് കീഴടങ്ങാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട്? ആ കീഴടങ്ങലിന് പിന്നിലെ രഹസ്യ ഉടമ്പടികൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കീഴടങ്ങലിന്റെയും അതിനുശേഷമുള്ള ജയിൽ ജീവിതത്തിന്റെയും കഥ തുടർന്ന് കേൾക്കാം. ബഹുമയിലെ ചോര പുരണ്ട മണൽ ഉണങ്ങുന്നതിന് മുൻപേ ഫൂലൻ തന്റെ അടുത്ത നീക്കം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. 22 പേരെ കൊന്നൊടുക്കിയെങ്കിലും അവളുടെ യഥാർത്ഥ ശത്രുക്കളായ ശ്രീറാമും ലാലാറാമും അന്ന് രക്ഷപ്പെട്ടിരുന്നു. അവരെ കണ്ടെത്താതെ ഉറങ്ങില്ലെന്ന് അവൾ പ്രതിജ്ഞ എടുത്തു. UP പോലീസും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ഫൂലനെ പിടിക്കാൻ കാട് അരിച്ചു പെറുക്കുമ്പോൾ അവൾ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ചമ്പലിലെ ദുർഘടമായ താഴ്വരകളിൽ തന്റെ സാമ്രാജ്യം പടുത്തുയർത്തി. ഇത് അതിജീവനത്തിന്റെ മാത്രമല്ല, അധികാരത്തിന്റെയും പോരാട്ടമായിരുന്നു. ഫൂലൻ വെറുമൊരു കൊള്ളക്കാരിയായിരുന്നില്ല, മറിച്ച് ഒരു ഗറില്ല യുദ്ധമുറക്കാരിയായി മാറിക്കഴിഞ്ഞിരുന്നു. പോലീസ് സംഘം കാട്ടിനുള്ളിലേക്ക് കയറിയാൽ അവർക്ക് ഫൂലനെ കണ്ടെത്താൻ കഴിയില്ല. കാരണം ചമ്പലിലെ ഓരോ മണൽക്കുന്നും ഓരോ ഗുഹയും അവൾക്ക് മനഃപ്പാടമായിരുന്നു. ഒരിക്കൽ വലിയൊരു പോലീസ് സംഘം അവളെ വളഞ്ഞു. വെടിയുണ്ടകൾ മഴ പോലെ വർഷിച്ചു. തന്റെ സംഘത്തിലെ പലരും വീണുപോയിട്ടും ഫൂലൻ തളർന്നില്ല. അവൾ തന്റെ റൈഫിളിൽ നിന്നും തിരിച്ച് വെടിയുതിർത്തുകൊണ്ട് യമുന നദിയിലേക്ക് ചാടി. മൈലുകളോളം വെള്ളത്തിനടിയിലൂടെ നീന്തി അവൾ രക്ഷപ്പെട്ടു. പോലീസ് കരുതിയത് അവൾ മരിച്ചെന്നാണ്. പക്ഷേ പിറ്റേന്ന് മറ്റൊരു ഗ്രാമത്തിൽ അവൾ പ്രത്യക്ഷപ്പെട്ടു. അവൾ ഒരു മിത്തായി മാറുകയായിരുന്നു. ശ്രീറാമിനും ലാലാറാമിനും ഫൂലൻ ഒരു പേടി സ്വപ്നമായി. അവൾ അവരെ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരുന്നു. ശ്രീറാമിന്റെ സംഘവും ഫൂലന്റെ സംഘവും തമ്മിൽ കാട്ടിനുള്ളിൽ പലതവണ ഏറ്റുമുട്ടി. ഇത് 2 കൊള്ളസംഘങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നില്ല, മറിച്ച് ജാതി വ്യവസ്ഥയുടെയും പ്രതികാരത്തിന്റെയും പോരാട്ടമായിരുന്നു. ഒരിക്കൽ ഒരു കാട്ടുപാതയിൽ വെച്ച് അവർ നേർക്കുനേർ വന്നു. വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു. ഫൂലന്റെ വെടിയേറ്റ് ശ്രീരാമിന്റെ വലങ്കയായ ഒരാൾ കൊല്ലപ്പെട്ടു. പക്ഷേ ഇരുട്ടിൽ അവർ വീണ്ടും രക്ഷപ്പെട്ടു. ഫൂലൻ അലറി, നീ എവിടെ പോയി ഒളിച്ചാലും നിന്റെ അന്തക ഞാനായിരിക്കും. ആ വാക്കുകൾ ചമ്പലിലെ മലയിടുക്കുകളിൽ പ്രതിധ്വനിച്ചു. പോലീസിന് കിട്ടാത്ത ഫൂലനെ ഗ്രാമവാസികൾ സ്നേഹിച്ചു. അതിനൊരു കാരണമുണ്ടായിരുന്നു. പണക്കാരെ കൊള്ളയടിച്ച് കിട്ടുന്നതിൽ ഒരു പങ്ക് അവൾ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിനും രോഗികൾക്കും നൽകി. താഴ്ന്ന ജാതിയിലുള്ളവർക്ക് അവൾ ഒരു ദേവിയായിരുന്നു. ഒരു ഗ്രാമത്തിൽ വെച്ച് ഒരു പാവം സ്ത്രീയെ ഉപദ്രവിച്ച സ്വന്തം സംഘത്തിലെ ഒരാളെ ഫൂലൻ അപ്പോൾ തന്നെ വെടിവെച്ചു കൊന്നു. നമ്മൾ നീതിക്ക് വേണ്ടിയാണ് പോരാടുന്നത്, അല്ലാതെ പാവങ്ങളെ ഉപദ്രവിക്കാനല്ല എന്നവൾ പ്രഖ്യാപിച്ചു. ഈ ജനപിന്തുണയാണ്
പോലീസിന് അവളെ പിടികൂടാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം. പോലീസ് വരുമ്പോൾ ഗ്രാമവാസികൾ അവൾക്ക് മുൻകൂട്ടി വിവരങ്ങൾ നൽകി. വർഷങ്ങളോളം കാട്ടിനുള്ളിൽ ഒളിവിൽ കഴിയുന്നത് ഫൂലന്റെ ആരോഗ്യത്തെ ബാധിച്ചു തുടങ്ങി. കഠിനമായ പനിയും ശ്വാസതടസ്സവും അവളെ അലട്ടി. ശരിയായ ചികിത്സയോ ഭക്ഷണമോ ഇല്ലാതെ അവൾ തളർന്നു. തന്റെ കൂടെയുള്ള പോരാളികൾ ഓരോരുത്തരായി കൊല്ലപ്പെടുകയോ പിടിയിലാവുകയോ ചെയ്യുന്നത് അവളെ വേദനിപ്പിച്ചു. ഇതിനിടയിൽ ഇന്ദിരാഗാന്ധി സർക്കാർ ഫൂലനെ എങ്ങനെയെങ്കിലും പിടികൂടാൻ മധ്യപ്രദേശ് സർക്കാരിന് കർശന നിർദ്ദേശം നൽകി. തന്നെ ജീവനോടെ പിടിക്കാൻ പോലീസിന് കഴിയില്ലെന്ന് ഫൂലന് അറിയാമായിരുന്നു. ഒടുവിൽ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ അവൾ ഒരു കടുത്ത തീരുമാനമെടുത്തു. പക്ഷേ അത് തോറ്റു പിന്മാറലായിരുന്നില്ല, മറിച്ച് ലോകത്തെ ഞെട്ടിച്ച ഒരു തന്ത്രമായിരുന്നു. ഫൂലൻ ദേവി കീഴടങ്ങാൻ തീരുമാനിക്കുന്നു. പക്ഷേ പോലീസിന് മുന്നിലല്ല, മറിച്ച് താൻ നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾക്ക് മുന്നിൽ മാത്രം. ഭാരത സർക്കാരിനെ വിറപ്പിച്ച ആ നിബന്ധനകൾ എന്തൊക്കെയായിരുന്നു? ഒരു കൊള്ളക്കാരിയെ സ്വീകരിക്കാൻ ഒരു മുഖ്യമന്ത്രി നേരിട്ടെത്തിയത് എന്തുകൊണ്ട്? 1983 ഗ്വാളിയോറിൽ നടന്ന ആ ചരിത്രപരമായ കീഴടങ്ങൽ എങ്ങനെയായിരുന്നു? തന്റെ പ്രിയപ്പെട്ട റൈഫിൾ അവൾ അവസാനമായി ആർക്ക് മുന്നിലാണ് വെച്ചത്? ഇന്ത്യ കണ്ട ഏറ്റവും ആവേശകരമായ ആ കീഴടങ്ങൽ രംഗം നമുക്ക് കാണാം. ചമ്പലിലെ റാണി നിയമത്തിന് മുന്നിൽ തലകുനിച്ചോ, അതോ പുതിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ടോ? നമുക്ക് കഥ തുടർന്ന് കാണാം. 1983 തുടക്കം. ചമ്പൽ താഴ്വരകളിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ബെൻഡിറ്റ് ക്യൂൻ കീഴടങ്ങാൻ പോകുന്നു. ആയിരക്കണക്കിന് പോലീസുകാർക്ക് പിടികൊടുക്കാത്ത ഭരണകൂടത്തെ വെല്ലുവിളിച്ച ആ 20കാരി എന്തിനാണ് പെട്ടെന്ന് ആയുധം വയ്ക്കാൻ തീരുമാനിച്ചത്? അത് ഭയം കൊണ്ടായിരുന്നില്ല, മറിച്ച് തന്റെ പോരാട്ടം മറ്റൊരു തലത്തിലേക്ക് മാറ്റാനുള്ള ബുദ്ധിപരമായ നീക്കമായിരുന്നു. പക്ഷേ ആ കീഴടങ്ങൽ അത്ര എളുപ്പമായിരുന്നില്ല. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നിബന്ധനകളാണ് അവൾ സർക്കാരിന് മുന്നിൽ വെച്ചത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി അർജുൻ സിംഗിന്റെ പ്രതിനിധികൾ കാടിനുള്ളിൽ ഫൂലനുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി. ഫൂലൻ വെച്ച നിബന്ധനകൾ കേട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി. തനിക്കൊപ്പം കീഴടങ്ങുന്ന ഒരാളെ പോലും തൂക്കിലേറ്റരുത്. 8 വർഷത്തിൽ കൂടുതൽ താൻ ജയിലിൽ കിടക്കില്ല. തന്റെ കുടുംബത്തിന് കൃഷി ചെയ്യാൻ ഭൂമി നൽകണം. ഉത്തർപ്രദേശ് പോലീസിന് തന്നെ കൈമാറരുത്, കാരണം അവൾക്ക് അവരെ വിശ്വാസമില്ലായിരുന്നു. ഇതൊരു കുറ്റവാളിയുടേതല്ല, മറിച്ച് ഒരു ഭരണാധികാരിയുടെ ശാസനകളായിരുന്നു. ഒടുവിൽ സർക്കാർ ആ നിബന്ധനകൾ അംഗീകരിച്ചു. കാരണം ഫൂലനെ പിടിക്കുക എന്നത് സർക്കാരിന്റെ അന്തസ്സിന്റെ പ്രശ്നമായി മാറിയിരുന്നു. 1983 ഫെബ്രുവരി 12. സ്ഥലം മധ്യപ്രദേശിലെ ഗ്വാളിയോർ. 10,000കണക്കിന് ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. ഒരു തുറന്ന ജീപ്പിൽ ഫൂലനെത്തി. മുഷിഞ്ഞ കാക്കിവേഷം, നെറ്റിയിൽ ചുവന്ന തുണി, തോളിൽ തന്റെ വിശ്വസ്തമായ 315 റൈഫിൾ. കൂട്ടം ഫൂലൻ ദേവി കീ ജയ് എന്ന് ആർത്തലച്ചു. ഒരു കുറ്റവാളിയെ കാണാനല്ല, മറിച്ച് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു വിപ്ലവകാരിയെ കാണാനാണ് അവർ വന്നതെന്ന് തോന്നിപ്പിച്ചു. സ്റ്റേജിൽ മഹാത്മാഗാന്ധിയുടെയും ദുർഗാദേവിയുടെയും ചിത്രങ്ങൾ വെച്ചിരുന്നു. ഫൂലൻ ആ ചിത്രങ്ങൾക്ക് മുന്നിൽ വണങ്ങി. മുഖ്യമന്ത്രി അർജുൻ സിംഗിന്റെ കാൽക്കൽ തന്റെ ആയുധം വെച്ചു. ചമ്പലിലെ റാണിയുടെ പോരാട്ടം അവിടെ താൽക്കാലികമായി അവസാനിച്ചു. ഗ്വാളിയോർ സെൻട്രൽ ജയിലിലെ ഏകാന്ത തടവിലേക്കാണ് അവൾ പോയത്. പക്ഷേ അവിടെയും അവൾക്ക് വിശ്രമമില്ലായിരുന്നു. ജയിലിലെ ആദ്യ നാളുകൾ ഫൂലന് നരകതുല്യമായിരുന്നു. അവളുടെ ആരോഗ്യം മോശമായി. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അവളെ അലട്ടി. ഇതിനിടയിൽ ഉത്തർപ്രദേശ് സർക്കാർ അവളെ തങ്ങൾക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ട് നിയമ പോരാട്ടം നടത്തി. എന്നാൽ മധ്യപ്രദേശ് സർക്കാർ വാക്കുപാലിച്ചു. ജയിലിൽ കിടക്കുമ്പോഴും അവൾ അക്ഷരങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. ലോകത്തിലെ പലയിടങ്ങളിൽ നിന്നും അവൾക്ക് കത്തുകൾ വന്നു. ഇതിനിടയിൽ അവളുടെ ജീവിതം സിനിമയാക്കാൻ വലിയ സംവിധായകർ ക്യൂ നിന്നു. പക്ഷേ അവൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: പുറത്തിറങ്ങണം, തന്റെ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കണം. കടന്നുപോയി 8 വർഷം കഴിഞ്ഞിട്ടും ഫൂലൻ മോചിതയായില്ല. അവളുടെ കേസുകൾ കോടതികളിൽ കെട്ടിക്കിടന്നു. 11 വർഷം ഒരു വിചാരണ പോലും നടക്കാതെ ഫൂലൻ ജയിലിൽ കിടന്നു. അവളുടെ യൗവനം ആ 4 ചുവരുകൾക്കുള്ളിൽ ഹോമിക്കപ്പെട്ടു. എന്നാൽ അവൾ തളർന്നില്ല. 1994 ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവ് അധികാരത്തിൽ വന്നതോടെ
ഫൂലന്റെ മോചനത്തിന് വഴിയൊരുങ്ങി. സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾക്കൊടുവിൽ ഫൂലൻ ജയിൽ മോചിതയായി. എന്നാൽ പുറത്തിറങ്ങിയ ഫൂലൻ പഴയ ഫൂലനായിരുന്നില്ല. ലോകം അവളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ ഫൂലൻ ദേവി എങ്ങോട്ടാണ് പോയത്? തോക്കുപേക്ഷിച്ച് അവൾ എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റിലെ സിംഹഗർജനമായി മാറിയത്? ലോകം മുഴുവൻ ആദരിച്ച ബെൻഡിറ്റ് ക്യൂൻ എന്ന സിനിമയോട് അവൾ പിണങ്ങിയത് എന്തുകൊണ്ട്? അവളുടെ രാഷ്ട്രീയ പ്രവേശനം ഇന്ത്യയിലെ ഉന്നത ജാതിക്കാരെ എങ്ങനെ ചൊടിപ്പിച്ചു? ഫൂലന്റെ പാർലമെന്റിലേക്കുള്ള പാതയും അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചതിയും നമുക്ക് തുടർന്ന് കാണാം. 1994 ഫെബ്രുവരി മാസം 11 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഫൂലൻ ദേവി പുറത്തിറങ്ങുമ്പോൾ ഇന്ത്യ ഉറ്റുനോക്കുകയായിരുന്നു. തോക്കേന്തിയ കൈകൾ കൊണ്ട് ഇനി അവൾ എന്തു ചെയ്യും? പകരം ചോദിക്കുമോ അതോ പതുങ്ങിക്കഴിയുമോ? പക്ഷേ ഫൂലൻ എല്ലാവരെയും അമ്പരിപ്പിച്ചു. അവൾ തിരഞ്ഞെടുത്തത് ബാലറ്റായിരുന്നു. തന്നെ ചതിച്ച വ്യവസ്ഥിതിയെ മാറ്റാൻ നിയമസഭയ്ക്കുള്ളിൽ തന്നെ ഇരിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. ചമ്പലിലെ മണൽക്കുന്നുകളിൽ നിന്ന് ഡൽഹിയിലെ അധികാര സിംഹാസനത്തിലേക്കുള്ള ആ യാത്ര ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒന്നായിരുന്നു. മുലായം സിംഗ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയിൽ ചേർന്ന ഫൂലൻ ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നിന്നും മത്സരിക്കാൻ തീരുമാനിച്ചു. ഫൂലൻ പ്രചാരണത്തിനിറങ്ങിയപ്പോൾ ജനലക്ഷങ്ങളാണ് തടിച്ചുകൂടിയത്. പാവപ്പെട്ടവരും ദളിതരും അവളെ ഒരു ദൈവത്തെ പോലെ കണ്ടു. ഞാൻ നിങ്ങളിൽ ഒരാളാണ്, നിങ്ങളെപ്പോലെ പീഡനങ്ങൾ അനുഭവിച്ചവളാണ് എന്ന അവളുടെ വാക്കുകൾ ജനങ്ങൾ ഹൃദയത്തിലേറ്റി. 1994 അവൾ മിർസാപൂരിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കാക്കിവേഷം ഉപേക്ഷിച്ച് പട്ടുസാരി ഉടുത്ത് പാർലമെന്റിലേക്ക് നടന്നു കയറുന്ന ഫൂലനെ ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നു. തോക്കേന്തിക കൈകൾ കൊണ്ട് അവൾ ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണാധികാരിയായെങ്കിലും ഫൂലന്റെ ഉള്ളിലെ വിപ്ലവകാരി മരിച്ചിരുന്നില്ല. പാർലമെന്റിനുള്ളിൽ അവൾ സ്ത്രീകളുടെയും ദളിതരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി ഉറക്കെ സംസാരിച്ചു. തന്റെ ഭൂതകാലത്തെക്കുറിച്ച് ആരെങ്കിലും പരിഹസിക്കുമ്പോൾ അവൾ തളർന്നില്ല. അവൾ അവരോട് തിരിച്ചു ചോദിച്ചു, എന്നെ കൊള്ളക്കാരിയാക്കിയത് ആരാണ്? ഈ വ്യവസ്ഥിതിയല്ലേ? ഇതിനിടയിൽ അവളുടെ ജീവിതത്തെ ആസ്പദമാക്കി ശേഖർ കപൂർ സംവിധാനം ചെയ്ത ബെൻഡിറ്റ് ക്യൂൻ എന്ന സിനിമ പുറത്തിറങ്ങി. പക്ഷേ ആ സിനിമയിൽ തന്നെ മോശമായി ചിത്രീകരിച്ചു എന്ന് ആരോപിച്ച് അവൾ അതിനെതിരെ കോടതിയിൽ പോയി. തന്റെ ആത്മാഭിമാനത്തിന്റെ കാര്യത്തിൽ അവൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തില്ല. 2001 ജൂലൈ 25 സമയം ഉച്ചയ്ക്ക് 1 മണി. ഡൽഹിയിലെ അതീവ സുരക്ഷാ മേഖലയായ അശോക റോഡിലെ 44-ാം നമ്പർ വസതി. പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ലോകസഭയിലെ ചർച്ചകൾക്ക് ശേഷം ഫൂലൻ ദേവി ഉച്ചഭക്ഷണത്തിനായി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മടങ്ങുകയായിരുന്നു. അന്ന് അവൾക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നിയിരുന്നു. പുറത്ത് മഴക്കാറുള്ള കാലാവസ്ഥ. തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പതുക്കെ നടന്നാൽ മതി എന്ന് പറഞ്ഞ് അവൾ കാറിൽ നിന്നിറങ്ങി. വീടിന്റെ ഗേറ്റിന് സമീപം ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ 3 പേർ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഫൂലൻ കാറിൽ നിന്നിറങ്ങി ഏതാനും ചുവടുകൾ വെച്ചതും മാസ്ക് ധരിച്ച 3 യുവാക്കൾ കാറിൽ നിന്നും പുറത്തേക്ക് ചാടി. യാതൊരു പ്രകോപനവുമില്ലാതെ അവർ ഫൂലന് നേരെ വെടിയുതിർത്തു. ആദ്യത്തെ വെടിയുണ്ട അവളുടെ വയറ്റിലാണ് കൊണ്ടത്. വേദന കൊണ്ട് പൊളഞ്ഞ അവൾ നിലവിളിച്ചുകൊണ്ട് നിലത്തി വീണു. പക്ഷേ കൊലയാളികൾക്ക് ദയ തോന്നിയില്ല. അവർ അടുത്തടുത്തായി 5 തവണ വെടിയുതിർത്തു. 3 വെടിയുണ്ടകൾ അവളുടെ തലയിൽ തറച്ചു കയറി. തന്റെ വീട്ടുപടിക്കൽ ഒരു കാലത്ത് ചമ്പലിനെ വിറപ്പിച്ച ആ വീരനായിക ചോരയിൽ കുളിച്ചു കിടന്നു. അവളുടെ അംഗരക്ഷകർ അവരെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കൊലയാളികൾ വേഗത്തിൽ കാർ ഓടിച്ച് രക്ഷപ്പെട്ടു. വെടിയൊച്ച കേട്ട് ഓടിക്കൂടിയവർ കണ്ടത് ചലനമറ്റ ഫൂലനെയാണ്. ഉടൻ തന്നെ അവളെ റാം മനോഹർ ലോഹിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഫൂലൻ ദേവി കൊല്ലപ്പെട്ടു എന്ന വാർത്ത കാട്ടുതീ പോലെ ഇന്ത്യയൊട്ടാകെ പടർന്നു. പാർലമെന്റ് സ്തംഭിച്ചു. ആയിരക്കണക്കിന് ദളിതരും പിന്നോക്ക വിഭാഗക്കാരും തെരുവിലിറങ്ങി. അതീവ സുരക്ഷയുള്ള ഡൽഹിയിൽ വെച്ച് ഒരു MP കൊല്ലപ്പെട്ടത് വലിയ സുരക്ഷാ വീഴ്ചയായി കാണപ്പെട്ടു. 2 ദിവസത്തിന് ശേഷം ഡെറാഡൂണിൽ വെച്ച് ഷേർ സിംഗ് റാണ എന്ന യുവാവ് പോലീസിന് കീഴടങ്ങി. അവൻ വിളിച്ചു പറഞ്ഞു, ബഹ്മയിൽ എന്റെ സമുദായക്കാരെ കൊന്നതിന് ഞാൻ പകരം വീട്ടിയിരിക്കുന്നു. 20 വർഷം ഞാൻ ഇതിനായി കാത്തിരുന്നു. റാണ വെറുമൊരു കൊലയാളി ആയിരുന്നില്ല. അവൻ
ഫൂലന്റെ വീട്ടിൽ ഇടയ്ക്കിടെ വരാറുള്ള അവൾക്ക് പരിചിതനായ ഒരാളായിരുന്നു. ഏകലവ്യസേന എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനെന്ന വ്യാജേനയാണ് അവൻ അവളുമായി സൗഹൃദം സ്ഥാപിച്ചത്. തന്നെ ചതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഫൂലൻ കരുതിയില്ല. ഒരു യുദ്ധകളത്തിലല്ല, മറിച്ച് വിശ്വാസവഞ്ചനയിലൂടെയാണ് ഫൂലൻ കൊല്ലപ്പെട്ടത്. ഫൂലന്റെ മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് റോഡരികിൽ തടിച്ചുകൂടിയത്. പലരും പൊട്ടിക്കരഞ്ഞു. അവർക്ക് അവൾ വെറുമൊരു രാഷ്ട്രീയക്കാരിയല്ല, മറിച്ച് തങ്ങളുടെ ശബ്ദമായിരുന്നു. മിർസാപൂരിലെ ഗംഗാതീരത്ത് അവൾ എരിഞ്ഞടങ്ങി. ഫൂലൻ ദേവി മരിക്കുമ്പോൾ അവൾ ലോകത്തോട് ഒരു സന്ദേശം നൽകിയിരുന്നു. നീ എത്രത്തോളം എന്നെ ചവിട്ടിമെതിക്കുന്നുവോ അത്രത്തോളം ശക്തിയോടെ ഞാൻ തിരിച്ചു വരും. ഒരു സാധാരണ മല്ലാ കുടുംബത്തിൽ ജനിച്ച് ബലാത്സംഗത്തിന് ഇരയായി കൊള്ളക്കാരിയായി മാറി ഒടുവിൽ ഭരണാധികാരിയായി മാറിയ അവളുടെ ജീവിതം അവസാനിച്ചത് ഒരു ദാരുണമായ അന്ത്യത്തിലാണെങ്കിലും ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഫൂലൻ ദേവി എന്ന പേര് ഒരു അഗ്നിയായി അവശേഷിക്കുന്നു. ചമ്പലിലെ മണൽക്കുന്നുകളിൽ അവളുടെ കഥകൾ ഇന്നും കാറ്റിൽ മന്ത്രിക്കുന്നുണ്ടാകാം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.